നമസ്കാരം. ലഹരി മാഫിയയുടെ അടിവേരിറക്കുമെന്ന പ്രഖ്യാപനത്തോടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാൻ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഒത്തുകളിയും മൂലം വെറും പ്രഹസനമായി മാറുന്നു. വൻകിട ലഹരി സ്രാവുകളെ വലയിലാക്കാൻ പോലീസിന് വിപുലമായ സംവിധാനങ്ങളും കൃത്യമായ വിവരങ്ങളും ഉണ്ടായിട്ടും താഴെത്തട്ടിലുള്ള ചെറുകിട കച്ചവടക്കാരെ മാത്രം പിടിച്ച് കേസ് ഒതുക്കി തീർക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോട്ടയം ജില്ല തന്നെ ഉദാഹരണമായി എടുക്കാം. ചില പ്രമുഖ കേന്ദ്രങ്ങളിലും വൻതോതിൽ ലഹരി വിപണനം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടും അവിടങ്ങളിലേക്ക് പരിശോധന നടത്താനോ വൻകിട വിതരണക്കാരെ തൊടാനോ കോട്ടയത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ലഹരി മാഫിയയുമായി ചില ഉദ്യോഗസ്ഥർ പുലർത്തുന്ന വഴിവിട്ട ബന്ധമാണ് ഈ ഒളിച്ചുകളിക്ക് പിന്നിലെന്ന ആക്ഷേപം ശക്തമാണ്. ലഹരി വസ്തുക്കളുമായി പിടികൂടുന്ന പ്രതികൾക്കെതിരെ കോടതിയിൽ നിന്നും നിസ്സാരമായി ജാമ്യം ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകൾ ചുമത്തി കേസ് അട്ടിമറിക്കുന്നതും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പതിവ് രീതിയായി മാറിയിരിക്കുന്നു. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികൾ സ്റ്റേഷനിൽ നിന്നും നിസ്സാരമായി ഇറങ്ങിപ്പോകുന്നതും വീണ്ടും ലഹരി കച്ചവടത്തിലേക്ക് മടങ്ങിയെത്തുന്നതും പോലീസിന്റെ നിയമപരമായ വീഴ്ചയ്ക്ക് തെളിവാണ്. കഴിഞ്ഞ ദിവസം പൊൻകുന്നത്ത് നടന്ന വലിയ ലഹരിവേട്ടയ്ക്ക് പിന്നിലും പോലീസിന്റെ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തുകയായിരുന്ന 12 ലക്ഷം രൂപയുടെ MDMA കുട്ടിക്കാനം മുതൽ പോലീസ് പിന്തുടർന്നിട്ടും 40 കിലോമീറ്ററിലധികം ദൂരം ആ കാറിനെ പിടികൂടാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഒടുവിൽ ശനിയാഴ്ച ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന ലഹരി വിരുദ്ധ പരിപാടി നടക്കുന്ന പൊൻകുന്നത്ത് വെച്ച് തന്നെ നാടകീയമായ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രതികളെ പിടികൂടിയത് മന്ത്രിമാരെ പ്രീണിപ്പിക്കാനും തങ്ങളുടെ വീഴ്ചകൾ മറച്ചുവെക്കാനുമുള്ള പോലീസിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയുടെ ഭാഗമാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ താഴെത്തട്ടിലുള്ള പോലീസുകാർ നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ വീര്യം കെടുത്തുകയാണ്. കോട്ടയത്തെ പോലീസിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാലും ഉദ്യോഗസ്ഥർ ഇത്തരം ഞെട്ടിക്കുന്ന വീഴ്ചകൾ വ്യക്തമാകും. വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് വലിയ തോതിൽ മയക്കുമരുന്ന് പിടികൂടിയെന്ന് അവകാശപ്പെടുകയും 6 മാസത്തിന് ശേഷം ലാബിൽ നിന്നും പരിശോധനാ ഫലം വന്നപ്പോൾ പിടിച്ചെടുത്തത് വെറും അരിപ്പൊടിയാണെന്ന് തെളിയുകയും ചെയ്ത നാണംകെട്ട സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഗുരുതരമായ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ടിയും വന്നു. ഗുണ്ടകൾക്കെതിരെ നടപടി ശക്തമാക്കാൻ ഉന്നത നിർദ്ദേശം ഉണ്ടായപ്പോൾ ഗുണ്ടാ നേതാക്കളുമായി ചേർന്ന് രാത്രിയിൽ നടുറോഡിൽ മാരകായുധങ്ങളുമായി അടിപിടി നാടകം കളിച്ച് അവരെ അറസ്റ്റ് ചെയ്ത സംഭവം ഇതേ കോട്ടയത്ത് അരങ്ങേറിയിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും വരെ ലഹരി സുലഭമായി ലഭിക്കുമ്പോഴും നഗരങ്ങൾ മുതൽ ഉന്നതതലങ്ങളിൽ വരെ ലഹരി മാഫിയയുടെ ശൃംഖല വളർന്ന് പന്തലിക്കുമ്പോഴും അത് കണ്ടില്ലെന്നടിക്കുന്ന ഉദ്യോഗസ്ഥർ പുതിയ തലമുറയെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ബാംഗ്ലൂർ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ നിന്നും വൻതോതിൽ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ തോക്കുകളെ തൊടാൻ മടിക്കുന്ന പോലീസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ മാത്രം നടത്തി കയ്യടി വാങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ലഹരി ശൃംഖലയുടെ യഥാർത്ഥ ഉറവിടങ്ങൾ കണ്ടെത്തി അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്താൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടുന്ന വിമുഖതയും അനാസ്ഥയും അടിയന്തരമായി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്.